നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ വിമാനത്താവളം സ്വർണ്ണക്കടത്ത് കേന്ദ്രം. ഒറ്റ ദിവസം കൊണ്ട് പിടിച്ചെടുത്തത് 2 കോടിയുടെ സ്വർണം. 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. ഓണത്തിനൊരുങ്ങാം ഖാദി പെരുമയിൽ. നാച്ചുറൽ സ്കിൻ കെയർ വസ്ത്രശേഖരവുമായി പയ്യന്നൂർ ഖാദി കേന്ദ്രം. ഖാദി ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തിന്റെ ഏതു ഭാഗത്തും കൊറിയർ വഴി എത്തിച്ചു നൽകുമെന്ന് പി ജയരാജൻ. കുട്ടികൾ പഠിക്കട്ടെ, ഇനി ബ്ലാക്ക് ബോർഡ് അവർക്ക് സ്വന്തം. മൊറാഴ സ്കൂൾ അങ്കണത്തിൽ കുട്ടികൾക്ക് കൂട്ടായി ബ്ലാക്ക് ബോർഡ് ഒരുക്കി സ്കൂൾ അധികൃതർ. വാർത്തകൾ വിശദമായി. ഇന്നലെ നടത്തിയ പോലീസ് പരിശോധനയിൽ അബുദാബി, മസ്കറ്റ്, ഷാർജ എന്നിവിടങ്ങളിൽ നിന്നും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ 3 യാത്രക്കാരിൽ നിന്നും അനധികൃതമായി കടത്താൻ ശ്രമിച്ച സ്വർണം കണ്ണൂർ എയർപോർട്ട് പോലീസ് പിടികൂടി. പിടികൂടിയ സ്വർണത്തിന് വിപണിയിൽ 2 കോടിയിലധികം രൂപ വില വരും. കണ്ണൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ശക്തമായ പോലീസ് നിരീക്ഷണമാണ് എയർപോർട്ടും പരിസരത്തുമായി നടത്തിവരുന്നത്. കാസർഗോഡ് ഉദുമ സ്വദേശികളായ അബ്ദുൾ റഹ്മാൻ, നിസാമുദ്ദീൻ കോവൽ, അബ്ദുള്ള ബിൻ മാമോനി, കണ്ണൂർ മാനന്തേരി സ്വദേശി നൌഫൽ അണ്ടത്തോടൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. എയർപോർട്ടിലെ പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഇവരെ സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് പരിശോധിക്കുകയായിരുന്നു. ഇവർ ശരീരത്തിലും എമർജൻസി ലാമ്പിലും ഷൂസിന് ഒപ്പം ധരിച്ച് സോക്സിലും ഒളിപ്പിച്ചു വെച്ച നിലയിലാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. പിടിച്ചെടുത്ത സ്വർണം തൂക്കി നോക്കിയതിൽ മൊത്തം 3392 ഗ്രാം സ്വർണം ലഭിച്ചു. ഇതിന് വിപണിയിൽ ഏകദേശം 2,03,45,216 രൂപ മൂല്യമുണ്ട്. തുടർന്ന് ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. കണ്ണൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള എയർപോർട്ട് പോലീസ് സ്റ്റേഷനിലെ പ്രത്യേക സ്ക്വാഡാണ് സ്വർണം പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ഓൾ ഇന്ത്യ ഓർഗനൈസേഴ്സ് വർക്കേഴ്സ് കോൺട്രാക്ടേഴ്സ് AIUWC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടി KPCC മെമ്പർ രാജീവൻ എളയാവൂർ ഉദ്ഘാടനം ചെയ്തു. രൂക്ഷമായ വിലക്കയറ്റം, ദുസ്സഹമായ ജനജീവിതം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയം എന്നിവയിൽ പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. സമസ്ത മേഖലകളിലുമുള്ള അതിരൂക്ഷമായ വിലക്കയറ്റം ഒരു ഭാഗത്ത്, എല്ലാ മേഖലകളിലും ആ വിലക്കയറ്റത്തിന് ആനുപാതികമായുള്ള ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള വരുമാന മാർഗം ഏത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. ഓരോ മേഖലയിലും ശമ്പളമില്ല, ശമ്പള കുടിശ്ശികയായി മാറുന്നു, വേതനമില്ല, കൂലി ലഭിക്കുന്നില്ല. എല്ലാ മേഖലകളിലും ജീവിക്കുവാൻ ആളുകൾ പ്രയാസപ്പെടുമ്പോ അവരെ സഹായിക്കുവാൻ ഉത്തരവാദിത്തമുള്ള, അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുവാൻ ബാധ്യതയുള്ള സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഇതൊന്നും ഗവൺമെന്റ് ഒരു വിഷയമല്ല. ഇതിനൊന്നുമല്ല ഗവൺമെന്റ് താല്പര്യം. ഗവൺമെന്റിന് ആളുകളുടെ പ്രയാസം, ആളുകൾക്ക് ജീവിക്കുവാൻ സാധിക്കുന്നില്ല, ആളുകൾക്ക് ദൈനംദിനമായി ഉപയോഗിക്കേണ്ട സാധനങ്ങൾ സപ്ലൈകോ മാർക്കറ്റുകളിൽ കിട്ടാനില്ല, റേഷൻ ഷാപ്പുകളിൽ ലഭിക്കാനില്ല, ജീവനക്കാർക്ക് ശമ്പളമില്ല, വരുമാനമില്ല. എങ്ങനെ ജീവിക്കണമെന്ന് ആശങ്കയിലായ ജനക്കൂട്ടത്തിന്റെ ആശങ്ക പരിഹരിക്കുവാൻ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് ബാധ്യതയില്ലാത്ത രൂപത്തിലേക്ക് സംസ്ഥാന സർക്കാർ അരി എത്ര എന്ന് ചോദിക്കുമ്പോ വയർ അന്യായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള രൂപത്തിലേക്ക് പോവുകയാണ്. AIUWC ജില്ലാ പ്രസിഡന്റ് നൌഷാദ് ബ്ലാത്തൂർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി റഷീദ് കവായി മുഖ്യപ്രഭാഷണം നടത്തി. കോർപ്പറേഷൻ കൌൺസിലർ P ഇന്ദിര, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പാണപ്പുഴ, NR മായൻ, കായക്കിൽ രാഹുൽ, അനസ് നമ്പ്രം, R വേണു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കണ്ണൂർ നോർത്ത് ഉപജില്ലാ സോഷ്യൽ സയൻസ് അസോസിയേഷന്റെ ഈ വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനവും സബ് ജില്ലാതല സ്വാതന്ത്ര്യ സമര ചരിത്ര ക്വിസ് മത്സരവും വാരം UP സ്കൂളിൽ നടന്നു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ OC പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ വിദ്യാലയങ്ങളിലെ കുട്ടികൾ പങ്കെടുത്ത ക്വിസ് മത്സരം നടന്നു. സ്കൂളുകളിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടത്തുമ്പം നമ്മുടെ കുട്ടികളിലുള്ള കഴിവുകൾ അറിയാതെ ഇങ്ങ് പുറത്തേക്ക് വരും. കഴിവുകളുള്ള കുട്ടികൾ എപ്പോഴും അംഗീകരിക്കപ്പെടും. ആ കുട്ടികളെ നമുക്കിങ്ങ് കൊണ്ടുവരലാണ് നമ്മുടെ ഇതുപോലുള്ള പരിപാടികളുടെ ലക്ഷ്യം. സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വാതന്ത്ര്യ സമരം ഒരുപാട് കഷ്ടപ്പാടാണ്. പക്ഷെ ഇന്നത്തെ തലമുറ ചിലപ്പോൾ ഇതൊന്നും
അത്ര കാര്യമായി എടുക്കുന്നുണ്ടാവില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് നേടിയതാണ് ഈ സ്വാതന്ത്ര്യം. അങ്ങനെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ജീവിച്ചിരുന്നത്. ഇതൊന്നും നമ്മളെപ്പോലെയുള്ള ഇന്നത്തെ തലമുറ, നിങ്ങളെപ്പോലെയുള്ള ഞങ്ങൾക്കടക്കം ഇതൊന്നും അധികം അറിയില്ല. അത് പഠിക്കുന്നതിനാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്. ആ ചരിത്രത്തിൽ കൂടി നിങ്ങൾ കുറച്ചുകൂടെ നല്ല മക്കളായി മാറും. പ്രധാന അധ്യാപിക AO ശ്രീ അധ്യക്ഷത വഹിച്ചു. മഹേഷ് ചെറിയാണ്ടി, കെ വിനോദ് കുമാർ, അസോസിയേഷൻ സെക്രട്ടറി PV ശ്രീജിത്ത്, MV നിഷ തുടങ്ങിയവർ പങ്കെടുത്തു. അധ്യാപകരായ ഉമ്മർ ഫാറൂഖ്, കെ സീന എന്നിവർ ക്വിസ് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. വിവിധ വിദ്യാലയങ്ങളിലെ LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നും 100-ലേറെ വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. വിജയികൾക്ക് സമ്മാനവും നൽകി. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ വിമാനത്താവളം സ്വർണ്ണക്കടത്ത് കേന്ദ്രം. ഒറ്റ ദിവസം കൊണ്ട് പിടിച്ചെടുത്തത് 2 കോടിയുടെ സ്വർണം. 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. ഓണത്തിനൊരുങ്ങാം ഖാദി പെരുമയിൽ. നാച്ചുറൽ സ്കിൻ കെയർ വസ്ത്രശേഖരവുമായി പയ്യന്നൂർ ഖാദി കേന്ദ്രം. ഖാദി ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തിന്റെ ഏതു ഭാഗത്തും കൊറിയർ വഴി എത്തിച്ചു നൽകുമെന്ന് P. ജയരാജൻ. കുട്ടികൾ പഠിക്കട്ടെ, ഇനി ബ്ലാക്ക് ബോർഡ് അവർക്ക് സ്വന്തം. മൊറാഴ സ്കൂൾ അങ്കണത്തിൽ കുട്ടികൾക്ക് കൂട്ടായി ബ്ലാക്ക് ബോർഡ് ഒരുക്കി സ്കൂൾ അധികൃതർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. ഓണക്കാലത്തെ വരവേൽക്കാൻ സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ പൊന്നോണം. ഓണത്തിനൊരുങ്ങാം കുടുംബസമേതം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. മികച്ച വസ്ത്രവിസ്മയങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എല്ലാ ഷോറൂമുകളിലും ദിവസേന നറുക്കെടുപ്പ്, ദിവസേന സമ്മാനം. നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ. ഒപ്പം നേടാം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ലേഡീസ് വെയറുകൾ 199 രൂപ മുതൽ, സാരികൾ 199
199 രൂപ മുതൽ, കിഡ്സ് വെയറുകൾ 145 രൂപ മുതൽ, ജെന്റ്സ് വെയറുകൾ 199 രൂപ മുതൽ. ഈ പൊന്നോണം ആഘോഷമാക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ്, കണ്ണൂർ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്, റിയാദ് മാൾ, പയ്യന്നൂർ, നിയർ സിറ്റി സെന്റർ, ഇരിട്ടി, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. പ്രകൃതിദത്ത നിറങ്ങളുമായി നാച്ചുറൽ സ്കിൻ കെയർ ഖാദി വസ്ത്രങ്ങൾ വിപണിയിൽ. പയ്യന്നൂർ ഖാദി കേന്ദ്രമാണ് ഓണക്കാലത്ത് ഇത്തരത്തിലൊരു പരീക്ഷണവുമായി വിപണിയിലെത്തിയിരിക്കുന്നത്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ പറഞ്ഞു. വസ്ത്രവിൽപ്പന ഉദ്ഘാടനം കണ്ണൂർ ഖാദി ഗ്രാമ സൗഭാഗ്യയിൽ അദ്ദേഹം നിർവഹിച്ചു. ഖാദി തുണിത്തരങ്ങളിൽ ആദ്യമായി ആയുർവേദ സസ്യങ്ങൾ, പഴങ്ങൾ, മറ്റ് പ്രകൃതിദത്ത സ്രോതസ്സുകൾ എന്നിവയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ചായം ഉപയോഗിച്ചുകൊണ്ട് തീർത്തും പരിസ്ഥിതി സൗഹൃദമായ ഖാദി ഉൽപ്പന്നങ്ങളാണ് നിർമ്മിച്ചത്. നാച്ചുറൽ സ്കിൻ കെയർ ഖാദിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമുള്ള കുർത്തകളാണ് വിപണിയിൽ ഇറക്കിയത്. പ്രസ്ഥാനത്തിന്റെ ആദ്യകാലത്ത് തന്നെ രൂപപ്പെട്ട ഒന്നാണ് പയ്യന്നൂർ ഖാദി കേന്ദ്രം. പയ്യന്നൂർ ഖാദി കേന്ദ്രം ഇപ്പോ പ്രകൃതിദത്ത കളറോട് കൂടിയിട്ടുള്ള ഖാദി ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുകയാണ്. ഈ ഖാദി തുണിത്തരങ്ങളിൽ ആദ്യമായിട്ടാണ് ആയുർവേദ സസ്യങ്ങൾ, പഴങ്ങൾ, മറ്റ് പ്രകൃതിദത്ത സ്രോതസ്സുകൾ എന്നിവയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ചായം ഉപയോഗിച്ചുകൊണ്ട് തീർത്തും പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഖാദി ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുന്നത്. പയ്യന്നൂർ ഖാദി കേന്ദ്രം ഇറക്കുന്ന ഈ പുതിയ നാച്ചുറൽ കളർ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഈ തുണിത്തരങ്ങൾക്ക് നല്ല മാർക്കറ്റ് ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ പ്രകൃതിദത്ത കളറോട് കൂടിയിട്ടുള്ള ഖാദി ഉൽപ്പന്നങ്ങളുടെ സവിശേഷതകൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, പരിസ്ഥിതി സൗഹൃദമാണ് എന്ന കാര്യം ഞാനിവിടെ പറഞ്ഞു. അപ്പോൾ പരിസ്ഥിതിക്കും മനുഷ്യൻ്റെ ആരോഗ്യത്തിനും ഹാനികരമായ രാസവസ്തുക്കളുടെ ഉപയോഗം ഇതിലൊന്നും ഉൾപ്പെടുന്നില്ല. അപ്പോൾ ഉൽപ്പന്നങ്ങൾ തീർത്തും പരിസ്ഥിതി സൗഹൃദമാണ്. അനാർപ്പഴം, മൾബറി ഇല, മഞ്ചിഷ്ട, പതിമുഖം, മൈലാഞ്ചി, ഇൻഡിഗോ പുഷ്പം എന്നിവ ഉപയോഗിച്ചാണ് വസ്ത്രങ്ങൾക്ക് നിറം നൽകിയത്. പരിസ്ഥിതിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും ഹാനികരമായ രാസവസ്തുക്കളുടെ ഉപയോഗം ഉൾപ്പെടാത്തതിനാൽ ഈ ഉൽപ്പന്നങ്ങൾ തീർത്തും പരിസ്ഥിതി സൗഹൃദമാണ്. പ്രകൃതിദത്ത ചായങ്ങൾ വിഷരഹിതമാണ്. അലർജി പ്രതിപ്രവർത്തനങ്ങളോ ചർമ്മ പ്രകോപനങ്ങളോ ഉണ്ടാക്കുന്നില്ല. പ്രത്യേകിച്ച് സെൻസിറ്റീവ് ചർമ്മമുള്ള വ്യക്തികൾക്ക് ഇത്തരം ഖാദി തുണിത്തരങ്ങൾ ധരിക്കുന്നത് ചർമ്മത്തിന് സുരക്ഷിതത്വം നൽകുന്നു. കുടുംബത്തിൽ എല്ലാവർക്കും ഖാദി ഓണക്കോടി എന്ന സന്ദേശം ഉൾക്കൊണ്ട് ഏച്ചൂരിലെ പി ചന്ദ്രനും ഭാര്യ കൌസല്യയും മകൾ സനീഷ സമ്മാനിച്ച ഓണക്കോടി അവർ പി ജയരാജനിൽ നിന്നും ഏറ്റുവാങ്ങി. വൈവിധ്യമാർന്ന ഖാദി ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്തും കൊറിയർ വഴി എത്തിച്ചു കൊടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഫോൺ നമ്പർ 9446656566. കണ്ണൂർ ഖാദി ഗ്രാമ സൗഭാഗ്യയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ കെ വി രാജേഷ്, ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് പ്രൊജക്ട് ഓഫീസർ കെ ജിഷ, എസ് ഷിഹാബുദ്ദീൻ, ടി സിനോജ്, കെ വി ഫാറൂഖ് തുടങ്ങിയവർ പങ്കെടുത്തു. മൊറാഴ CH കമാരൻ മാസ്റ്റർ സ്മാരക UP സ്കൂളിൽ ഓപ്പൺ ബ്ലാക്ക് ബോർഡ് സ്ഥാപിച്ചു. ലളിതകലാ അക്കാദമി അംഗവും പ്രശസ്ത ശില്പിയുമായ ഉണ്ണിക്കാനായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പ്രീ പ്രൈമറി കുട്ടികളെ ലക്ഷ്യം വെച്ചാണ് പ്രധാനമായും ഇത്തരത്തിലൊരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ക്ലാസ് റൂമുകളിൽ മാത്രം കണ്ടിരുന്ന ബ്ലാക്ക് ബോർഡ് സ്കൂൾ മുറ്റത്ത് കണ്ടപ്പോൾ അത് കുട്ടികളിൽ ഏറെ കൗതുകമുണർത്തി. കുട്ടികൾക്ക് ഇനി യഥേഷ്ടം വരച്ചും എഴുതിയും ഒഴിവു സമയങ്ങൾ ഉല്ലാസഭരിതമാക്കാം. ക്ലാസ് റൂമുകളിൽ പരിചിതമായ ബ്ലാക്ക് ബോർഡ് കുട്ടികൾക്കായി സ്കൂൾ മുറ്റത്തും തയ്യാറാക്കിയിരിക്കുകയാണ് മൊറാഴ CH കമാരൻ മാസ്റ്റർ സ്മാരക UP സ്കൂൾ. പ്രീ പ്രൈമറി കുട്ടികളെ ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ സംവിധാനം. ചെറിയ പ്രായത്തിൽ തന്നെ കയ്യക്ഷരം മെച്ചപ്പെടുത്താനും ഒപ്പം കുട്ടികളുടെ മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാനുമുള്ള ശ്രമത്തിലാണ് സ്കൂൾ അധികൃതർ. മുറ്റത്ത് ക്ലാസ് റൂമിനോട് ചേർന്ന ചുമരിലാണ് ബ്ലാക്ക് ബോർഡ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ലാസ് സമയങ്ങളുടെ ഇടവേളകളിലും ഒഴിവു സമയങ്ങളിലും കുട്ടികൾക്ക് ഇത് പ്രയോജനപ്പെടുത്താം. ഏതായാലും ഈ പിഞ്ചു കുട്ടികളുടെ കൂടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ കുട്ടിക്കാലം, നമ്മുടെ ഈ രക്ഷിതാക്കളൊക്കെ കുട്ടിക്കാലവും നമ്മുടെ ഈ കുട്ടികളുടെ കുട്ടിക്കാലമൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളൊക്കെ എന്താ പറയുക, നമ്മൾ ഒരുപാട് പഴയ തലമുറയെ അനുഭവിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ച് തന്നെ പുതിയ തലമുറയിലെ എല്ലാ കാര്യങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ വളർന്നു വരുന്നത്. ഈ ഒരു തലമുറയുടെ ഭാഗ്യമാണ്. പ്രീ പ്രൈമറി മുതൽ 7ാം തരം വരെയുള്ള സ്കൂളിൽ ഇപ്പോൾ 450-ലധികം കുട്ടികളാണ് പഠിക്കുന്നത്. PTA പ്രസിഡന്റ് VC സുമേഷ് അധ്യക്ഷനായി.
കൗൺസിലർ CP മുഹാസ്, ഹെഡ് മിസ്ട്രസ് B ജയശ്രീ, മാനേജ്മെന്റ് പ്രതിനിധി N രാജീവൻ, സ്റ്റാഫ് സെക്രട്ടറി രാജീവൻ K, മുൻ PTA പ്രസിഡന്റ് KP പ്രവീൺകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KJ ജോർജ് ഫ്രാൻസിസ് മൂന്നാമത് ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. പോലീസ് സഭാ ഹാളിൽ നടന്ന അനുസ്മരണ പരിപാടി N സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 2004 മുതൽ കേന്ദ്ര സർവീസിലും അതുപോലെ തന്നെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിലും 2013 ഏപ്രിൽ മാസം മുതൽ കേരള സംസ്ഥാനത്തും 2 വിഭാഗം ജീവനക്കാരാണ് സർവീസിലുള്ളത്. ഒന്ന് 56 വയസ്സിൽ റിട്ടയർ ചെയ്ത് പോകുന്ന ആളുകൾ കേരളത്തിലുണ്ട്. മറ്റൊരു കൂട്ടർ 60 വയസ്സിലാണ് റിട്ടയർമെന്റ്. 56 വയസ്സിലുള്ള റിട്ടയർമെന്റ് ചെയ്യുന്ന ആളുകൾക്ക് പെൻഷൻ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോഴുണ്ട്. നാളെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ 60 വയസ്സിന് മേലെ പ്രായം 60 വയസ്സിൽ റിട്ടയർ ചെയ്ത് പോകുന്ന ആളുകൾക്ക് പെൻഷൻ കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ്. കേരള പോലീസ് അസോസിയേഷൻ, പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ സ്ഥാപക നേതാവ് കൂടിയാണ് ഫ്രാൻസിസ് ജോർജ്. കേരളത്തിലെ പോലീസ് സേനയുടെ അവകാശ പോരാളിയുമായിരുന്നു ജോർജ് ഫ്രാൻസിസ് എന്നും സജ്ജൻ ദാസ് അനുസ്മരിച്ചു. M ഗോവിന്ദൻ, OV ജനാർദ്ദനൻ, സുരേന്ദ്രൻ തിരുവോത്ത്, N ചന്ദ്രൻ, K മഹേഷ് കുമാർ, P കുട്ടികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യകാല സോഷ്യലിസ്റ്റ് നേതാവും ജനതാദൾ ജില്ലാ പ്രസിഡന്റുമായിരുന്ന AP കൃഷ്ണന്റെ 29ാം ചരമവാർഷിക ദിനം ആചരിച്ചു. അനുസ്മരണ സമ്മേളനം കിസാൻ ജനതാ സംസ്ഥാന പ്രസിഡന്റ് CK ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പിടി ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാണ് AP കൃഷ്ണൻ വിട പറഞ്ഞതെന്ന് CK ദാമോദരൻ അനുസ്മരിച്ചു. പഴയകാല ഓർമ്മകളെല്ലാം അയവിറക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം സോഷ്യലിസ്റ്റ് അനുയായികൾക്കും അതുപോലെ ജനതാദൾ പ്രവർത്തകർക്കും ഒരു മാതൃകയാകത്തക്ക രീതിയിലുള്ള ജീവിതമായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് നമുക്കെല്ലാം ഓർമ്മിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം ഉണ്ടായിരുന്നത്. നിരവധി സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ ഇടപെടുകയും സമൂഹ നന്മയ്ക്കുതകുന്ന നിരവധി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെയും മുൻകൈ എടുത്ത് കൃഷ്ണേട്ടനെ എന്നെ ഈ കണ്ണൂർ ജില്ലയിൽ പല സ്ഥലത്തും എത്തിച്ചത് കൃഷ്ണേട്ടനാണ്. അത് ആ ഒരു പിന്നെ മറ്റൊരു ആ കൃഷ്ണേട്ടനോടൊപ്പം ഉണ്ടായിരുന്നൊരു VK അച്യുതൻ എന്ന് പറയുന്ന പഴയ ജില്ലാ സെക്രട്ടറിയും ഈ കൃഷ്ണേട്ടൻ്റെ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരാളും. അപ്പോൾ ഇവർ രണ്ടാളാണ് എന്നെ ഈ രാഷ്ട്രീയത്തിൽ മുൻനിരയിൽ എത്തിച്ചതിനുള്ള പ്രധാന കാരണക്കാർ. കാരണം കൃഷ്ണേട്ടന് ഇവിടെ കണ്ണൂർ വന്നാൽ എന്നെ കണ്ണൂരിൻ്റെ ഇന്നത്തെ കാസർഗോഡ് ഉൾപ്പെടുന്ന എല്ലാ ഭാഗത്തും എന്നെ കൊണ്ടുപോകും. അതേപോലെ VK അച്യുതൻ എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അന്വേഷിച്ചിട്ടാണ് പലരും മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ ക്ഷണിക്കാൻ വരും. അപ്പോൾ VK പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, നല്ലൊരു പ്രാസംഗികനെ ഞാൻ തരാം, നിങ്ങൾ ദാമോദരനെ കൂട്ടിക്കോ. അങ്ങനെ അങ്ങ് കൊയിലാണ്ടി അങ്ങേപ്പുറം കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെല്ലാം എന്നെ അന്നയച്ചത് VK അച്യുതനാണ്. അപ്പോൾ ഈ കൃഷ്ണേട്ടനും VK അച്യുതനും എന്നെ ഈ രാഷ്ട്രീയത്തിൻ്റെ മുൻനിരയിൽ എത്തിച്ചതിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ കൃഷ്ണേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണുങ്ങൾ മോശമായി നടക്കണം, അവർ 6 മാസത്തേക്ക് പുറത്താക്കും കൃഷ്ണേട്ടൻ. പിന്നെ 6 മാസം കഴിഞ്ഞതിന് ശേഷം കൃഷ്ണേട്ടൻ അവരെ കയറ്റുള്ളൂ. അത് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? അങ്ങനെയുള്ളൊരു കോളനിയാണ്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ വെറും മോശമായൊരു കോളനിയാണ്. കൃഷ്ണേട്ടനെ കുറിച്ച് പറയുമ്പോൾ അത്രയും കഷ്ടപ്പെട്ട് കൃഷ്ണേട്ടൻ അങ്ങനെ ഒരു കോളനി ഉണ്ടാക്കിയിട്ട് ഇപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ മോശമായി പറയാനൊക്കെ സത്യത്തിൽ സങ്കടമുണ്ട്. എന്നുവെച്ചാൽ അത്രയും കഷ്ടപ്പെട്ടിട്ട് കിട്ടിയത് അവർക്ക് അങ്ങനെ ഒരു കോളനി. ഇപ്പം കുറേ ആൾക്കാർ പുറമേ ജീവിക്കുന്ന ആൾക്കാർക്ക് നമ്മളത്രയുള്ള സൗകര്യങ്ങളില്ലാടാ. നമുക്ക് എന്തിനടുത്ത് അത്രയൊരു നല്ലൊരു കോളനി ഇങ്ങനെ മോശമായി കാണുമ്പോൾ ഒരു സങ്കടമായി വരുന്നുണ്ട്. അപ്പോൾ ഭാഗവതനും ശീലാത്മനും ഇടപെട്ടിട്ട് പഴയ പോലത്തെ കൃഷ്ണേട്ടനുള്ളൊരു കോളനി പോലെ ആക്കി തരണം. എന്താ വെച്ചാൽ വളർന്ന് ഇനിയിപ്പം കൃഷ്ണനോട് നമുക്ക് പറയാൻ പറ്റില്ല, ഭാഗവതനോടും ശീലാത്മനോടും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നല്ലൊരു കോളനി അത് ആക്കി തരണത്. ബാബുളിക്കൽ, മനോജ്, സീത തുടങ്ങിയവർ പങ്കെടുത്തു. കിഴുത്തള്ളി UP സ്കൂളിൽ കരുതൽ പദ്ധതി ആരംഭിച്ചു. വാർഡ് കൗൺസിലർ PK സജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് രക്ഷിതാക്കൾക്ക് പഠനോപകരണ ശില്പശാലയും നടത്തി. PTA പ്രസിഡന്റ് മഹേഷ് അധ്യക്ഷത വഹിച്ചു. KSTA സബ് ജോയിന്റ് സെക്രട്ടറി അതുൽ കൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി. തുടർന്ന് ഇലയറിവ് മേള, ന്യൂട്രീഷൻ ക്ലാസ് തുടങ്ങിയവ നടന്നു. SRJ കൺവീനർ പ്രജീന ടീച്ചർ, ഹെഡ് മിസ്ട്രസ് ശ്രീജ ടീച്ചർ, നിരവധി രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പെട്ടിപ്പാലം സ്വദേശിയായ നസീറിനെയാണ് കേരള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം 2007 വകുപ്പ് പ്രകാരം കാപ്പ ചുമത്തി ജയിലിലടച്ചത്.
കണ്ണൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് നടപടി. ഇയാൾക്ക് ന്യൂമാഹി, തലശ്ശേരി എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ ദേഹോപദ്രവം, കവർച്ച, അന്യായമായി തടഞ്ഞുവെക്കൽ എന്നിങ്ങനെയായി 4 ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. കണ്ണൂർ സിറ്റി ജില്ലാ പോലീസ് പരിധികളിലെ സ്ഥിരം ക്രിമിനലുകൾക്കെതിരെയും തുടർച്ചയായി സമൂഹത്തിലെ സമാധാനം ലംഘിക്കുന്നവരെയും നിരീക്ഷിച്ച് ശക്തമായ കാപ്പ നടപടികൾ കണ്ണൂർ സിറ്റി പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സോഷ്യലിസ്റ്റ് നേതാവ് AP കൃഷ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ജനതാദൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിപാടി ദേശീയ നിർവാഹക സമിതി അംഗവും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ PP ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K മനോജ്, ജില്ലാ ജനറൽ സെക്രട്ടറി ബാബുരാജ്, സംസ്ഥാന കമ്മിറ്റി അംഗം രാകേഷ് മന്തമ്പേത്ത്, ജില്ലാ സെക്രട്ടറി C ധീരജ്, മണ്ഡലം സെക്രട്ടറി K പ്രഭു, കോർപ്പറേഷൻ കമ്മിറ്റി പ്രസിഡന്റ് ജമാൽ സിറ്റി തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ വർഷവും വളരെ നല്ല രീതിയിൽ സ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും നടത്താറുണ്ട്. തുടർച്ചയായ 2-3 ദിവസം സംഘടനാപരമായ പരിപാടികളിലുമുണ്ട്. രാവിലെ പുഷ്പാർച്ചനയിൽ പങ്കെടുത്ത് വീണ്ടും പോകാൻ പലരും അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ഇനി വാണിജ്യം. കണ്ണൂരിന്റെ സൗന്ദര്യ സങ്കല്പങ്ങളെ മാറ്റിമറിച്ച ബ്രൈഡ് ആൻഡ് ബ്യൂട്ടി സ്പോൺസേഡ് ബ്യൂട്ടി പാലസ് പ്രീമിയം ബ്രൈഡൽ കോൺഫറൻസ് മലബാർ റെസിഡൻസിയിൽ നടന്നു. സൗത്ത് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് വിജിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള 250-ലധികം പേർ ക്ലാസിൽ പങ്കെടുത്തു. ഗ്ലാസ് സ്കിൻ, എയർ ബ്രഷ്, വാട്ടർ പ്രൂഫ് മേക്കപ്പ്, ലേറ്റസ്റ്റ് ഹെയർ സ്റ്റൈലിംഗ് തുടങ്ങി ഇന്നത്തെ മാറിവരുന്ന ഫാഷൻ ട്രെൻഡിന് അനുയോജ്യമായ രീതിയിൽ നവവധുവിനെ ഒരുക്കിയെടുക്കേണ്ട രീതികളെല്ലാം ഈ ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ പഠിച്ചെടുക്കാനാവും വിധമാണ് വിജിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇന്ന് ചെയ്തത് HD മേക്കപ്പ്, ഗ്ലാസ് മേക്കപ്പ്, ഹെയർ ബ്രഷ് മേക്കപ്പ് വിജിലിനെ കൊണ്ട് ചെയ്ത. വിജിൽ അത്യാവശ്യം നല്ല സെലിബ്രിറ്റി ഉള്ള ആളല്ലേ. അപ്പോൾ നമ്മുടെ കണ്ണൂരുള്ള ജില്ലയിലുള്ള അത്യാവശ്യം മേക്കപ്പൊക്കെ ചെയ്യുന്ന മേക്കപ്പ് അവർക്ക് ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ടെക്നോളജി കാണിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബിസിനസ് തന്നെ ഈ ബ്യൂട്ടീഷ്യന്മാരുടെ ആണ്. കണ്ണൂരിൽ ഇപ്പോൾ ഒരു 10-19 വർഷമായിട്ടുള്ള സ്ഥാപനമാണ് ബ്യൂട്ടി പാലസ്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഒരു 2-3 ഇതുപോലത്തെ പ്രോഗ്രാം നടത്താറുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് വേണ്ടി തന്നെ, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് വേണ്ടതും പ്രൊഫഷണലായിട്ടുള്ള ഒരുവിധം നമ്മളിപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തന്നെയാണ് ഉള്ളത്. ബാക്കി മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എപ്പോഴും പറയാറുള്ളതാണ് പുറത്ത് പോയിട്ട് വാങ്ങേണ്ടി വരുന്നത്. ഇപ്പോൾ വലിയ സൗകര്യമാണ്. കൂടാതെ വിജിൽസ് മേക്ക് ഓവർ സ്പെഷ്യൽ ടിപ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടി പ്രോഡക്ട്സുകളെ കുറിച്ച് വിശദമായ ചർച്ചകളും ഓരോ തലത്തിലും നടന്നു. കൂടാതെ ക്ലാസിനിടയിൽ ഇന്ററാക്റ്റീവ് സെഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പങ്കെടുത്തവർക്കെല്ലാം സർട്ടിഫിക്കറ്റുകളും നൽകി. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയായിരുന്നു വിജിൽസ് മേക്ക് ഓവർ ടിപ്സ് ആൻഡ് ട്രിക്സ് മനസ്സിലാക്കാനുള്ള അവസരം ഓരോരുത്തർക്കും ലഭിച്ചത്. നമ്മളെ ബ്യൂട്ടി പാലസ് 19 വർഷമായിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ വരുന്ന കസ്റ്റമർക്കെല്ലാം എന്ന് പറഞ്ഞാൽ വളരെ ദൂരത്തു നിന്നൊക്കെ വരുന്നുണ്ട്, എത്രയോ കിലോ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലായത് കൊണ്ടായിരിക്കാം കുറച്ച് പാർക്കിങ്ങിൻ്റെ സൗകര്യം. അപ്പോൾ അങ്ങനെയുള്ള വരുന്ന ആൾക്കാർക്കൊരു സൗകര്യപ്രദമായിട്ടുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ഇവിടെ മലബാർ റെസിഡൻസിയിൽ ഒരു നല്ലൊരു 2000 സ്ക്വയർ ഫീറ്റിൽ കിട്ടി. അപ്പോൾ ഇവിടെ എല്ലാ ബ്രാൻഡും കസ്റ്റമർക്ക് സൗകര്യം പോലെ തന്നെ അവർക്ക് ചെയ്ത് നോക്കിയിട്ടൊക്കെ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടുള്ള ഒരു ഷോറൂമാണ് ഇതിട്ടത്. അതിപ്പോൾ ഒരു 1.5 വർഷം ആവുന്നേ ഉള്ളൂ. അപ്പോൾ അത് റീറ്റെയിൽ പബ്ലിക്കെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രോഗ്രാമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സ്വർണ്ണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5505 രൂപ, പവന് 44,040 രൂപ, വെള്ളി 78 രൂപ. അവസാനമായി അറിയിപ്പ്. റാങ്ക് ലിസ്റ്റ് 2023-24 അധ്യയന വർഷത്തിൽ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് സയൻസിൽ ആരംഭിക്കുന്ന ഇന്റഗ്രേറ്റഡ് MPES പ്രോഗ്രാമിന്റെ പ്രവേശനത്തിനുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. റാങ്ക് ലിസ്റ്റ് സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. പരീക്ഷാ ടൈം ടേബിൾ. സെപ്റ്റംബർ 11 ആരംഭിക്കുന്ന 4ാം സെമസ്റ്റർ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ബിരുദം ഏപ്രിൽ 2023 പരീക്ഷകളുടെയും 4ാം സെമസ്റ്റർ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ബിരുദാനന്തര ബിരുദം ഏപ്രിൽ 2023 പരീക്ഷകളുടെയും ടൈം ടേബിൾ സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു.
പരീക്ഷാഫലം. അഫിലിയേറ്റഡ് കോളേജുകളിലെ MSc മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നാം സെമസ്റ്റർ ഒക്ടോബർ 2022 RSI പരീക്ഷകളുടെ ഫലം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. മറ്റ് MSc പ്രോഗ്രാമുകളുടെ ഫലം ഉടൻ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഉത്തരക്കടലാസ് പുനർമൂല്യനിർണ്ണയം, സൂക്ഷ്മ പരിശോധന, പകർപ്പ് ലഭ്യമാക്കൽ എന്നിവയ്ക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 21/8/2023. താഴെ പറയുന്ന ന്യൂ ജനറേഷൻ MSc പ്രോഗ്രാമുകളുടെ ഒന്നാം സെമസ്റ്റർ ഒക്ടോബർ 2022 റെഗുലർ സപ്ലിമെന്ററി പരീക്ഷകളുടെ ഫലം സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മാത്തമാറ്റിക്സ്, മൾട്ടിവാരിയേറ്റഡ് കാൽക്കുലസ് ആൻഡ് മാത്തമാറ്റിക്കൽ അനാലിസിസ് ഇൻ മോഡലിംഗ് ആൻഡ് സിമുലേഷൻ, ഫിനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ്. കെമിസ്ട്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഡ്രഗ് കെമിസ്ട്രി, ഫിസിക്സ് വിത്ത് കമ്പ്യൂട്ടേഷൻ ആൻഡ് നാനോ സയൻസ് സ്പെഷ്യലൈസേഷൻ, പ്ലാന്റ് സയൻസ് വിത്ത് ബയോ ഇൻഫോമാറ്റിക്സ്, സുവോളജി, സ്ട്രക്ചറൽ ഫിസിയോളജി, ഡെവലപ്മെന്റ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽസ്. ഉത്തരക്കടലാസ് പുനർമൂല്യനിർണ്ണയം, സൂക്ഷ്മ പരിശോധന, പകർപ്പ് ലഭ്യമാക്കൽ എന്നിവയ്ക്കുള്ള അപേക്ഷകൾ 21/8/2023 വൈകുന്നേരം 5 മണി വരെ ഓൺലൈനായി സ്വീകരിക്കുന്നതാണ്. കണ്ണൂർ സർവകലാശാലയുടെ 2023-24 അധ്യയന വർഷത്തെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ BCom മാർക്കറ്റിംഗ്, BA പൊളിറ്റിക്കൽ സയൻസ്, കന്നഡ, അറബിക് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി, ഉറുദു ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി, MA ഡെവലപ്മെന്റ് ഇക്കണോമിക്സ്, MCom അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷൻ, അഫ്സൽ ഉൽ ഉലമ പ്രിലിമിനറി, BCom അഡീഷണൽ ഓപ്ഷണൽ കോഓപ്പറേഷൻ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള പുതുക്കിയ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 7/8/2023 മുതൽ 23/8/2023 വരെ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാം. അപേക്ഷകളുടെ പ്രിന്റൌട്ടും അനുബന്ധ രേഖകളും 11/9/2023 4 മണിക്കകം സർവകലാശാലയിൽ സമർപ്പിക്കണം. വിവരങ്ങൾ അടങ്ങുന്ന വിജ്ഞാപനം വെബ്സൈറ്റിൽ ലഭ്യമാണ്. സൗജന്യ മത്സര പരീക്ഷാ പരിശീലനം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി കണ്ണൂർ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ ആദ്യ വാരത്തിൽ 30 ദിവസം നീണ്ടു നിൽക്കുന്ന സൗജന്യ പരീക്ഷാ പരിശീലന പരിപാടി ആരംഭിക്കുന്നു. താൽപര്യമുള്ളവർ കണ്ണൂർ സർവകലാശാലയുടെ താവക്കരയുള്ള യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ ഹാജരായി 19/8/2023 മുമ്പായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് 049727033130 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കണ്ണൂർ സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ ബിരുദ പ്രോഗ്രാമുകളിലെ SC ST ഉൾപ്പെടെയുള്ള എല്ലാ ഒഴിവുകളിലേക്കും സ്പോട്ട് അഡ്മിഷനു വേണ്ടി ഓഗസ്റ്റ് 9, 10 തീയതികളിൽ അതാത് കോളേജുകളിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകർക്ക് തങ്ങൾക്ക് ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയിലെ ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്യുവാൻ അവസരവുമുണ്ട്. പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് 200 രൂപ കറക്ഷൻ ഫീ ഒടുക്കിയതിനു ശേഷം സ്പോട്ട് അഡ്മിഷനു വേണ്ടുന്ന ഓപ്ഷൻ അപേക്ഷയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. SC ST സ്പെഷ്യൽ അലോട്ട്മെന്റ്. 2023-24 അധ്യയന വർഷത്തിലെ അഫിലിയേറ്റഡ് കോളേജുകളിലെ വിവിധ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള SC ST സ്പെഷ്യൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അപേക്ഷകർ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അലോട്ട്മെന്റ് വിവരങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ആദ്യമായി അലോട്ട്മെന്റ് ലഭിക്കുന്ന അഡ്മിഷൻ ഫീസായ 865 രൂപ പ്രൊഫൈൽ ലഭ്യമായ ലിങ്ക് വഴി ഒടുക്കേണ്ടതാണ്. അലോട്ട്മെന്റ് ലഭിച്ചവർ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് പ്രവേശനത്തിനായി അതാത് കോളേജിൽ പ്രവേശന സമയത്ത് സമർപ്പിക്കേണ്ടതാണ്. സീറ്റ് ഒഴിവ്. കണ്ണൂർ സർവകലാശാല മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലെ MA മ്യൂസിക് പ്രോഗ്രാമിന് SC ST SC BC വിഭാഗങ്ങളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. അപേക്ഷകർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി 9/8/2023 രാവിലെ 10:30 പഠന വകുപ്പിൽ എത്തണം. ഫോൺ നമ്പർ 9895232334. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ വിമാനത്താവളം സ്വർണ്ണക്കടത്ത് കേന്ദ്രം. ഒറ്റ ദിവസം കൊണ്ട് പിടിച്ചെടുത്തത് 2 കോടിയുടെ സ്വർണം. 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. ഓണത്തിനൊരുങ്ങാം ഖാദി പെരുമയിൽ. നാച്ചുറൽ സ്കിൻ കെയർ വസ്ത്രശേഖരവുമായി പയ്യന്നൂർ ഖാദി കേന്ദ്രം. ഖാദി ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തിന്റെ ഏതു ഭാഗത്തും കൊറിയർ വഴി എത്തിച്ചു നൽകുമെന്ന് P. ജയരാജൻ. കുട്ടികൾ പഠിക്കട്ടെ, ഇനി ബ്ലാക്ക് ബോർഡ് അവർക്ക് സ്വന്തം. മൊറാഴ സ്കൂൾ അങ്കണത്തിൽ കുട്ടികൾക്ക് കൂട്ടായി ബ്ലാക്ക് ബോർഡ് ഒരുക്കി സ്കൂൾ അധികൃതർ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.